Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് Hw12 എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബോക്സ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡൽ സ്മാർട്ട് വാച്ചാണ്. അത് Hw12 40mm വരുന്ന ഒരു കൈയൊക്കെ സ്കെൽറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മോഡലാണ് Hw12. നല്ല സ്മൂത്തായിട്ട് വരുന്ന കിടിലൻ മോഡലാണ്. ഓക്കെ, നമുക്ക് ബോക്സ് ഒന്ന് ഫസ്റ്റ് പരിചയപ്പെടാണ്ട് വാച്ചിൻ്റെ ഫോട്ടോ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ വരുന്നുണ്ട്, Hw12 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ ബാക്ക് ഭാഗത്തും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ സ്ലീപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെതർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ പറഞ്ഞാൽ ഒരുപാട് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസ്, സ്പോർട്സിൻ്റെ കുറച്ച് കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒരു നോർമലായിട്ട് വരുന്ന കുട്ടികൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ലൊരു മോഡലാണ് Hw12 എന്ന ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വേണ്ടി ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു QR കോഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വെയർഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ്റെ QR കോഡ് അവിടെ ആഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, മെയ്ഡ് ഇൻ ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ തന്നെയാണ് വാച്ചൊക്കെ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവലാണ് Hw12 സ്മാർട്ട് വാച്ച് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ഇതിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് നമുക്ക് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് കണക്റ്റ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെയർഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് iOS അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡിവൈസാണ്, സിമ്പിളായിട്ട് വരുന്നൊരു ബോക്സാണ്, ഡിവൈസാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി. ഇത് നമുക്ക് ചാർജറാണ്. ചാർജർ വരുന്നൊരു 2 പിൻ മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് മാഗ്നറ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് വാച്ചിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നല്ല മാഗ്നറ്റിക് പവറുള്ള ഒരു മോഡലാണ്, 2 പിന്നാണ്. അതുപോലെ തന്നെ ഇത്തരം വാച്ചുകളൊക്കെ നമുക്ക് നോർമൽ അഡാപ്റ്ററിൽ യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് വാച്ചിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ നോർമൽ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അതാണ് വാച്ചിന് ഒന്നുകൂടെ സേഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഓൾറെഡി സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത രീതിയിലാണ് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള സിലിക്കണ്ട ഒരു സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ നമുക്ക് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ആ പ്ലാസ്റ്റിക് കവർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ് 40mm അഥവാ 40mm വരുന്നൊരു കൈയൊക്കെ സ്കെൽറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ മോഡൽ സ്മാർട്ട് വാച്ചാണ് Hw12 എന്ന ഈ ഒരു മോഡൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി പരിചയം ടോട്ടലി ഇതിൻ്റെ ഡിസൈൻ നമുക്ക് പരിചയപ്പെടുകയാണെങ്കിൽ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7ൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബോഡിയും കാര്യങ്ങളും നല്ലൊരു മെറ്റൽ മോഡൽ വരുന്നൊരു ബോഡിയും കാര്യങ്ങളും ബ്ലാക്ക് കളറാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ബട്ടണാണ് വരുന്നത്, സിംഗിൾ ബട്ടൺ, ഒരു ബട്ടണാണ്, സ്ക്രോളിംഗ് ഓപ്ഷനുള്ള ഒരു ബട്ടണാണ്. തൊട്ടടുത്ത് ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, ഇതിന് ഒരു ഫേക്ക് ബട്ടണാണ്. ആ ബട്ടൺ നമുക്ക് വർക്കിംഗ് അല്ല, നമുക്ക് മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. മറുഭാഗത്ത് സീരീസ് 6 വരുന്ന ഒരു ഹോള്, അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഹോള്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ സെൻസറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ 2 പിൻ വരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക്കാണ്, നല്ല രീതിയിൽ പ്രസ്സായി നിൽക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അതിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു കേബിളും കൂടിയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തൂക്കിയിട്ടാലൊന്നും അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല, കാരണം നല്ല മാഗ്നറ്റിക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് വാച്ചിൻ്റെ ബോക്സ് ഇതൊന്ന് ഓപ്പൺ ആക്കി ഒന്ന് പറ്റും. അതിനായിട്ട് ആ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഓണാവുന്ന സമയത്ത് ഈ ശബ്ദമൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ ആ ഒരു ശബ്ദമാണ്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ലൈഡ് ചെയ്തൊക്കെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് ഒന്ന് പരിചയം. ടോട്ടലി നമുക്കിതിൽ 5 വാച്ച് ഫേസാണ് ഈ ഒരു വാച്ചിൽ വന്നിരിക്കുന്നത്. ജസ്റ്റ് 3 സെക്കൻഡ് ടച്ചിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് മോഡലാണ്. അതുപോലെ തന്നെ മറ്റൊരു മോഡൽ കാണിച്ചു തരാം. ഡിഫറെൻറ്റ് ക്ലോക്ക് സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് വെയർഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് വാച്ച് ഫേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് അഥവാ കസ്റ്റം വാച്ച് ഫേസ് പോലും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും 5 വാച്ച് ഫേസാണ് മെയിനായിട്ട് നമ്മുടെ വാച്ചിൽ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു സ്മാർട്ട് സ്റ്റൈലാണ് നമുക്ക് പറയാനുള്ളത്. മെയിനായിട്ട് വളരെ പക്ക സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ്. അതുപോലെ സൂം ഇൻ സൂം ഔട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ട് അവൈലബിൾ ആയ ഒരു മോഡലാണ്. ജസ്റ്റ് ഡബിൾ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ മെനു സ്റ്റൈൽ ചേഞ്ച് ആകുന്നത് കാണാൻ പറ്റും. ഇത് ലിസ്റ്റ് മോഡൽ വരുന്ന മറ്റൊരു മെനു സ്റ്റൈലാണ്. ദെൻ മറ്റൊന്നാണ് 9 ആപ്പ് സ്റ്റൈൽ. ഓക്കെ, ഇതിന് ഐക്കണും കാര്യങ്ങളൊക്കെ നല്ല
അത്യാവശ്യം നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐക്കണിലായതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴും പിന്നെ പുറത്ത് മറ്റുള്ളവർ ജസ്റ്റ് നിരീക്ഷിക്കുമ്പോഴൊക്കെ നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് മെയിൻ കൺട്രോൾ സെൻറ്റർ പരിചയം ഏറ്റവും മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ലൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് BT കോളിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഇതിന് ടോട്ടലി നമുക്ക് ബ്രൈറ്റ്നസ് ഫുൾ ടൈം ഓൺ ആക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിൽക്കുക. അതിന് നമുക്ക് ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതിന് 3 സെക്കൻഡ് ജസ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇപ്പോൾ ടച്ച് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ആവുന്നത് കാണാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ് ഈ ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. ദെൻ പേയ്മെൻറ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ദെൻ ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സെറ്റിങ്സിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ദെൻ നമുക്ക് ചാർജിൻ്റെ പെർസെൻറ്റേജ്, നിലവിൽ ടൈം, ട്യൂസ്ഡേ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ ഫുൾ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും ഹാർട്ട് റേറ്റ് ചെക്കിംഗ് ആണ്. നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർട്ട് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് സ്ലീപ്പിൻ്റെ മോഡ് വരുന്നുണ്ട്, സ്ലീപ്പ് മോഡ് വരുന്നുണ്ട്. ദെൻ BT കോളിംഗ് ആണ്, ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ BP ബ്ലഡ് പ്രഷർ നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടെ ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ സ്പോർട്സ് കോട്ടയിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്. ദെൻ നമുക്ക് വെതർ ഉണ്ട്, സ്പോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. സ്പോർട്സ് കോട്ട തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ വരുന്നുണ്ട്. ടോട്ടൽ ഡാറ്റാസും കാണാൻ പറ്റും. നമുക്ക് ഒരു വാച്ച് ഉപയോഗിച്ച് എത്ര ഡാറ്റ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ നമുക്ക് ബ്രീത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഡാറ്റാസ് തന്നെ വരുന്നത്, സ്റ്റോപ്പ് വാച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് നോട്ടിഫിക്കേഷൻസും എല്ലാം ആപ്ലിക്കേഷനും കണക്ട് ചെയ്താണ്. ദെൻ പെയർ കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് യൂസ് ചെയ്യാം. സെറ്റിങ്സിൽ നമുക്ക് ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഡിമ്മിങ് ആണ്, ആ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസ് ടൈമാണ്, എത്ര നേരം വരെ നിൽക്കണം, സ്ക്രീൻ ഓഫ് ടൈം വരുന്നുണ്ട്. ദെൻ ഫോൺ സെറ്റിങ്സിൽ ഡയൽ, വൈബ്രേഷൻ ഓൺലി കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ റൈസ് ടു വേക്കപ്പ് ആണ്. റൈസ് ടു വേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റൈസ് ടു വേക്കപ്പിൻ്റെ ഒരു ഓപ്ഷനാണ് Hw12 എന്നിരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റ്റർബ് വരുന്നുണ്ട്, സ്ക്രീൻ ഓഫ് ടൈം ദെൻ നമുക്ക് എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് Hw12 വാച്ചിൻ്റെ മോഡൽ നെയിം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ട്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തുള്ള കണക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതൊക്കെ നമുക്ക് വാച്ച് തന്നെ ചെയ്ത് നമുക്ക് സഹായകമാവുന്ന ഒരു മോഡലും കൂടിയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലെല്ലാം നല്ലൊരു ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നല്ലൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ബൈ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാങ്ങാവുന്ന നല്ലൊരു മോഡലാണ് Hw12. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ മാത്രം നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്നത്, മറ്റുള്ള കളേഴ്സ് ഒന്നും ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വരുന്നില്ല. എങ്കിൽ നല്ലൊരു സ്മൂത്തായിട്ട് വരുന്ന, നല്ല കൈയൊക്കെ സ്കെൽറ്റ് ആയിരിക്കും, നല്ല ഭംഗി നൽകുന്ന സീരീസ് 6 മോഡലാണ് Hw12 എന്ന മോഡൽ. അതുപോലെ തന്നെ സീരീസ് 7ൻ്റെ ഒരുപാട് ഫേസസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ പറഞ്ഞതുപോലെ ആ ലിങ്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും. അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.